മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശക്തമായി തുടരുന്നതിനിടെ മറ്റൊരു നിർണായക റിപ്പോർട്ട് പുറത്തു വരുന്നു. യുഎസിനും ഇസ്രായേലിനുമെതിരെ അതിശക്തമായ പ്രതിരോധമാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഉയർത്തുന്നത്. ഇറാൻ്റെ പിന്തുണ ഹൂതികൾക്കുണ്ട്. അതുവഴി റഷ്യയുടെ സഹായവും ഹൂതികൾക്ക് ലഭിക്കുന്നതായ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് ചൈനയെയാണ്. ചെങ്കടലിലെ US നാവിക കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങളിൽ ചൈനയുടെ സഹായം ഹൂതികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ആരോപണം. ചൈനയുടെ സഹായം എന്ന് പറഞ്ഞാൽ ചൈനീസ് ഉപഗ്രഹ കമ്പനിയായ ചാങ് ഹുവാങ് സാറ്റലൈറ്റ് ടെക്നോളജി ഹൂതികളെ പിന്തുണയ്ക്കുന്നുവെന്നാണ് US ആരോപിക്കുന്നത്. ചൈനീസ് സൈന്യവുമായി ബന്ധമുള്ള കമ്പനിയാണിത്. ഈ കമ്പനി US കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നതിന് നിർണായക ചിത്രങ്ങൾ നൽകിയതായി US ആരോപിക്കുന്നു. USൻ്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ചൈന കമ്പനിയെ പിന്തുണയ്ക്കുന്നത് തുടരുകയാണെന്നാണ് USൻ്റെ വിമർശനം. ഇത് USഉം ചൈനയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോപണങ്ങൾ നിഷേധിച്ച് ചൈനീസ് എംബസി രംഗത്ത് വന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ കമ്പനി ഹൂതികൾക്ക് നൽകുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് എംബസി അവകാശപ്പെട്ടത്. എന്നാൽ ചാങ് ഹുവാങ് സാറ്റലൈറ്റ് കമ്പനി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുരക്ഷാ വ്യാപാര വിഷയങ്ങളിൽ USഉം ചൈനയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ട്രംപ് സർക്കാർ 245% തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. USൻ്റെ നയങ്ങൾക്കെതിരെ നിലപാടുമായി ചൈനയും മുന്നോട്ട് പോവുകയാണ്. മാർച്ച് 15-നാണ് ഹൂതികൾക്കെതിരെ US നേരിട്ട് ആക്രമണം നടത്തിയത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണമാണ് US നടത്തിയത്. ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ US നേരിട്ട് പങ്കെടുക്കുന്നത്. USന് നേരെ ഹൂതികളും ആക്രമണം തുടരുകയാണ്. അതിനിടെ ഇറാനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ. പ്രതിരോധ മേഖലയിലും റഷ്യ ഇറാനെ കൈയയച്ച് സഹായിക്കുന്നുണ്ട്. ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ് യമനിലെ ഹൂതികളും ലെബനനിലെ ഹിസ്ബുള്ളയും. ഗസയിലെ ഹമാസിനും ഇറാൻ്റെ പിന്തുണയുണ്ട്. റഷ്യ ഇറാന് നൽകുന്ന അത്യാധുനിക ആയുധങ്ങൾ ഇറാൻ ഈ സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്നുണ്ട് എന്ന ആരോപണമുണ്ട്. ഈ രാജ്യങ്ങളുടെ പ്രസിദ്ധമായ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ആയുധങ്ങളാണ് ഹൂതികൾ പ്രയോഗിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഹൂതികൾക്ക് ലഭിക്കുന്നതാണ് ഈ ആയുധങ്ങൾ എന്നാണ് വിമർശനം. അതെന്തായാലും മിഡിൽ ഈസ്റ്റിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും താൽപ്പര്യങ്ങളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ഈ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്.